ട്രാൻസ്പ്ലാന്റ് ചെയ്ത് 27 or 28 ആയിരുന്നു. Nobody told me about freezing my eggs. അപ്പോൾ എന്താണ് ഈ എഗ് ഫ്രീസിങ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഹെൽത്തി ആയ പ്രായത്തിൽ ഭാവിയിലേക്ക് വേണ്ടി എഗ്സിനെ പോസ് ചെയ്ത് വെക്കുന്ന ഒരു രീതിയാണ് എഗ് ഫ്രീസിങ്. ഇത് പ്രായം കൂടുമ്പോൾ മാത്രം ചിന്തിക്കേണ്ട ഒരു കാര്യമല്ല, മറിച്ച് ഭാവിയിലേക്ക് നിങ്ങളുടെ ഫെർട്ടിലിറ്റി സുരക്ഷിതമാക്കാൻ ഏറ്റവും നല്ലൊരു ചാൻസ് കൂടിയാണ്. അപ്പോൾ ആരൊക്കെയാണ് എഗ് ഫ്രീസിങ്ങിനെ പറ്റി ചിന്തിക്കേണ്ടത്? ഒന്ന്, കരിയർ കൊണ്ടോ എഡ്യൂക്കേഷൻ കൊണ്ടോ പ്രഗ്നൻസി ലേറ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നവർ. രണ്ടാമത്തേത് ഒരു 30-40 ഒക്കെ എത്തിയിട്ട് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവർ. മൂന്നാമത്തേത് ക്യാൻസർ ട്രീറ്റ്മെന്റ്സ് എടുക്കുന്നവർ, കാരണം കീമോതെറപ്പി, റേഡിയേഷൻ തെറപ്പി ഇതൊക്കെ എഗ്സിന്റെ ക്വാളിറ്റിയെ ബാധിച്ചേക്കാം. നാലാമത്തേത് പ്രൈമറി ഒവേറിയൻ ഇൻസഫിഷ്യൻസി അല്ലെങ്കിൽ കുടുംബങ്ങളിൽ നേരത്തെ തന്നെ ആർത്തവിരാമം ഹിസ്റ്ററി ഉള്ളവർ. അപ്പോൾ എപ്പോഴാണ് എഗ് ഫ്രീസിങ് ചെയ്യേണ്ടത്? എഗ് ഫ്രീസിങ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ പ്രായം 25 to 35 years ആണ്. കാരണം 35 years കഴിഞ്ഞാൽ എഗ്സിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിനായിട്ട് നമുക്ക് പ്രത്യേകം അഡ്മിഷനോ സർജറിയോ ഒന്നും ആവശ്യമില്ല. 10-12 ദിവസത്തെ ഹോർമോൺ ഇഞ്ചെക്ഷൻസ് എടുത്ത് ചെറിയൊരു പ്രൊസീജിയറിലൂടെ നമുക്ക് എഗ്സ് കളക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മികച്ചൊരു IVF ലാബും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുകളും ഉള്ള ഒരു സെന്റർ വേണം തിരഞ്ഞെടുക്കാൻ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, എഗ് ഫ്രീസിങ് പ്രഗ്നൻസി ഗ്യാരണ്ടി ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ ഇൻഫെർട്ടിലിറ്റി ഇത്ര അധികം കൂടി വരുന്ന സാഹചര്യത്തിൽ നമുക്ക് പ്രഗ്നൻസിക്കുള്ള ഒരു ചാൻസ് കൂടിയാണ്.